നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു സിമ്പിൾ ആയിട്ടുള്ള അതുപോലെ തന്നെ നാടനായിട്ടുള്ള ഒരു എരിശ്ശേരിയാണ്. നമ്മുടെ പപ്പായയും പരിപ്പും ചേർത്തിട്ടുള്ള എരിശ്ശേരി. അപ്പോൾ ഈ പപ്പായ പരിപ്പ് എരിശ്ശേരി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അധികം ഇൻഗ്രീഡിയൻസും വേണ്ട, അതുപോലെ തന്നെ അധികം ടൈം എടുക്കില്ല. വളരെ നല്ലൊരു കറിയാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ. നമ്മുടെ നാടൻ കറികളെല്ലാം ടേസ്റ്റിയാണ് ചോറിൻ്റെ കൂടെ. പിന്നെ എരിശ്ശേരി ആകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലാണല്ലോ. പൊതുവേ എല്ലാ എരിശ്ശേരികൾക്കും ടേസ്റ്റ് കൂടുതലാണ്. അത് എരിശ്ശേരി ഇഷ്ടമുള്ള ആളുകൾക്ക് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു എരിശ്ശേരി ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവരും. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നമ്മുടെ വീഡിയോയുടെ താഴെ നിന്ന് കമന്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പപ്പായ പരിപ്പെരിശ്ശേരി ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ പപ്പായ പരിപ്പ് എരിശ്ശേരിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ഈ ഒരു പപ്പായയുടെ പകുതി മതി കേട്ടോ. ഞാനിപ്പോൾ ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ. അതുപോലെ തന്നെ 1/2 കപ്പ് തൂവരപ്പരിപ്പ് വെള്ളത്തിലിട്ടിട്ടുണ്ട്. തൂവരപ്പരിപ്പോ ഇപ്പോൾ നമ്മുടെ റെഡ് കളറിലെ പരിപ്പുണ്ടല്ലോ, മസൂർ ദാലോ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് സൗകര്യമുള്ള പരിപ്പെടുക്കാം. അതുപോലെ തന്നെ ചെറുപയർ ചേർത്തിട്ടും എരിശ്ശേരി ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ പപ്പായ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ പുറകെ പറയാം. പപ്പായ എരിശ്ശേരി കട്ട് ചെയ്യുമ്പോൾ നമ്മൾ പപ്പായ മെഴുക്കുവരട്ടി കട്ട് ചെയ്യുന്ന പോലെയല്ല, കുറച്ച് വലിയ പീസുകളായിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ പപ്പായ എടുക്കുമ്പോൾ ചെറിയൊരു പഴുപ്പായി തുടങ്ങിയ പപ്പായ ഉണ്ടല്ലോ, ലൈറ്റായിട്ടൊന്ന് കളർ ചേഞ്ച് ആയി തുടങ്ങിയ പപ്പായ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. ഇതിപ്പോൾ കണ്ടിട്ട് ആ ഒരു കളർ ചേഞ്ച് ആണെന്ന് തോന്നുന്നു. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. പച്ചപ്പപ്പായയാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ചെറിയൊരു പീസ് ശർക്കര ആഡ് ചെയ്യാം. ചെറിയൊരു മധുരം വന്നു തുടങ്ങിയ പപ്പായ ആണെങ്കിൽ നമ്മൾ ശർക്കര ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ പപ്പായക്ക് കറയുള്ളതാണ്. കുറച്ച് സമയം ഇതുപോലെ ഒന്ന് മുറിച്ച് വയ്ക്കാൻ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ മുറിച്ച് വെച്ചോളൂ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ആ കറ കയ്യിലാവാതിരിക്കും. ഞാനിപ്പോൾ അങ്ങോട്ട് കട്ട് ചെയ്യാൻ പോവാണ്. പപ്പായയുടെ ആ ഒരു കറി ഉള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന വഴിക്കൊന്നും പിടിച്ചാൽ കിട്ടില്ല കേട്ടോ. കറ കയ്യിലായി തുടങ്ങുന്നുണ്ട്. ഇതാ ചെറുതായിട്ട് കളർ ചേഞ്ച് ആയി വന്ന പപ്പായാണ്. അപ്പോൾ ഇത് നല്ല പപ്പായാണ് കേട്ടോ. നമുക്ക് എരിശ്ശേരി ഉണ്ടാക്കാൻ പറ്റിയ പപ്പായാണ്. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ ഈ ഒരു സീഡ്സ് ഒന്ന് റിമൂവ് ചെയ്യാം. സീഡ്സ് റിമൂവ് ചെയ്യാൻ കത്തിയേക്കാൾ നമുക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്പൂൺ എടുക്കുകയാണ്. ഞാൻ എപ്പോഴും പപ്പായ പഴുത്തതാണെങ്കിലും പച്ചയാണെങ്കിലും ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ മൂവ് ചെയ്യും. അപ്പോൾ നല്ല ക്ലീനായിട്ട് ആ സീഡ്സും അതിൻ്റെ ഉൾഭാഗമൊക്കെ ക്ലീനായി വരും. എൻ്റെ സൗണ്ടിന് ചെറിയൊരു വേരിയേഷൻ ഉണ്ടെന്ന്, ചെറുതായിട്ട് ഒരു തണുപ്പിൻ്റെ പ്രശ്നമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തോ തൊണ്ടയ്ക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ടുണ്ടെങ്കിൽ കണ്ടോ കറക്റ്റായിട്ട് പോന്നോളും. അപ്പോൾ തന്നെ നന്നായിട്ട് ക്ലീൻ ആയി കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ തൊലി ഒന്ന് മാറ്റിയെടുക്കാം. ഞാൻ പീലറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കത്തിയോ പീലറോ യൂസ് ചെയ്തിട്ട് തൊലി മാറ്റിയെടുക്കാം. എനിക്ക് ഏറ്റവും ഈസി പീലർ യൂസ് ചെയ്തിട്ടാണ്. എല്ലാ കാര്യങ്ങളും നമ്മളങ്ങനെ ശീലിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതായിരിക്കുമല്ലോ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാവുക. ഈ ഒരു പച്ച കളറ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് മാറ്റാം കേട്ടോ. ആ ഒരു പപ്പായയുടെ പൊള്ളൽ വരാതിരിക്കാനാണ് നമ്മൾ ഈ പച്ചക്കളർ കംപ്ലീറ്റ് ആയിട്ട് മാറ്റുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പപ്പായ പുറം ഭാഗവും അകവും നല്ല ക്ലീൻ ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കഴുകിയിട്ട് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യാം. പിന്നെ നമ്മൾ കഴുകില്ല കേട്ടോ. അപ്പോൾ ആദ്യം പപ്പായ കഴുകിയിട്ട് തൊലിയൊക്കെ കളയണമെങ്കിൽ കളയാം. പിന്നെ ആ കറ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴുകുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും എടുക്കുമ്പോൾ പഴുത്ത പപ്പായ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് കറി ഉണ്ടാക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പപ്പായ ഇതുപോലെ തൊലി മാറ്റിയതിന് ശേഷമാണ് കഴുകിയെടുക്കാറുള്ളത്. അപ്പോൾ ഞാനതൊന്ന് കഴുകിയെടുക്കട്ടെ. ഇപ്പോൾ നമ്മുടെ പപ്പായ നമ്മളിതാ നന്നായി കഴുകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നീളത്തിൽ കട്ട് ചെയ്യാം. അതിന് ശേഷമാണ് നമ്മൾ കുറുകെ കട്ട് ചെയ്യുന്നത്. ഇതാ ഈ ഒരു വലിപ്പത്തിൽ കുറച്ച് വലിയ പീസുകളായിട്ട് നമ്മുടെ കുക്കറിലാണ് നമ്മൾ പപ്പായ കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പപ്പായ കഷ്ണങ്ങൾ എരിശ്ശേരിയിൽ എന്തായാലും നമുക്ക് ഉടച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു വലിപ്പത്തിൽ കുറച്ച് വലിപ്പം കൂട്ടിയിട്ട് തന്നെ കട്ട് ചെയ്യുക. നമ്മുടെ മെഴുക്കുരട്ടി കട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിലും വല്ലാതെ അങ്ങ് തീരെ ചെറുതായിട്ട് കട്ട് ചെയ്യുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
മെഴുക്കുരുട്ടി എന്ന് പറയുമ്പോൾ ഉടച്ചല്ല, നമ്മൾ ചട്ടിയിലൊക്കെയാണ് കുക്ക് ചെയ്തെടുക്കുക. ഈ ഒരു ക്വാണ്ടിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു 4 പേർക്ക് 2 നേരം സുഖമായിട്ട് ഊണ് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടാവും കേട്ടോ. അത് നിങ്ങൾ കഴിക്കുന്ന കറിയുടെ അളവനുസരിച്ച് പിന്നെ ചെറിയ വ്യത്യാസം വരാം, എങ്കിലും ഏകദേശം 4 പേർക്കുള്ള ഒരു ക്വാണ്ടിറ്റി ഉണ്ടാവും. ഒരു പപ്പായയുടെ ഹാഫ് പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമുക്കിനി ഇതിലേക്ക് തേങ്ങ അരച്ചതും തേങ്ങ വറുത്തതും എല്ലാം ചേർന്ന് വരുമ്പോൾ ആവശ്യത്തിനാവും. അപ്പോൾ പപ്പായയും നമ്മൾ കട്ട് ചെയ്തു. ഇനി നമുക്കിതെല്ലാം കുക്ക് ചെയ്യാൻ വയ്ക്കാം. കുക്ക് ചെയ്യാൻ വയ്ക്കുമ്പോൾ പരിപ്പും പപ്പായും ഒരുമിച്ച് തന്നെയാണ് നമ്മൾ കുക്ക് ചെയ്യാൻ വയ്ക്കുക. രണ്ടിനും വേവ് കുറവാണ്, വേഗം തന്നെ കുക്കായി കിട്ടും. തൂരപ്പരിപ്പാണെങ്കിൽ മാത്രമാണ് ഞാൻ ഈ വേവ് കുറവാണെന്ന് പറഞ്ഞ കാര്യം ഉള്ളൂ. ബാക്കിയുള്ള പരിപ്പിനൊക്കെ വേവ് വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ ഈ പരിപ്പൊന്ന് കഴുകിയെടുക്കട്ടെ. പരിപ്പ് ഞാനൊരു 10 മിനിറ്റായിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഒന്ന് നന്നായി കഴുകിയെടുത്തിട്ട് വരട്ടെ. അപ്പോൾ ഞാൻ ഈ കുക്കറിലേക്കാണ് നമ്മുടെ പപ്പായയും പരിപ്പും എല്ലാം ചേർത്ത് കുക്ക് ചെയ്യാൻ പോകുന്നത്. ആദ്യം പപ്പായ പീസുകൾ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെ ചേർക്കാം. ഞാനിപ്പോൾ 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അധികം വേണ്ട കേട്ടോ. പിന്നെ എരിവിനായിട്ട് 2 പച്ചമുളക് ചേർക്കുന്നുണ്ട്. അത് പച്ചപ്പപ്പായ ആണെങ്കിൽ നമ്മൾ 1 പച്ചമുളക് ചേർത്താലും മതി. എന്താണെന്ന് വെച്ചാൽ പഴുത്ത പപ്പായ ആകുമ്പോൾ ചെറിയൊരു മധുരം ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ പപ്പായയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് പരിപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ പരിപ്പും വെള്ളവും ഒരുമിച്ച് തന്നെയാണ് ചേർക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ പപ്പായയും പരിപ്പും കുക്കാവാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ഞാൻ പരിപ്പ് കഴുകിയതിന് ശേഷം എടുത്തിരുന്നത്. ഇപ്പോൾ ഇതാകണ്ടോ, പരിപ്പിൻ്റെയും പപ്പായയുടെയും മുകളിലായിട്ടാണ് വെള്ളം നിൽക്കുന്നത്. ഇത്രയും വെള്ളം മതി. ഇനി നമുക്ക് 1 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്യാം. നിങ്ങൾ എടുക്കുന്ന പരിപ്പ് അനുസരിച്ച് 2 വിസിൽ വരുന്നവരെ കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 വിസിൽ വരുന്നവരെ കുക്ക് ചെയ്യുക. അപ്പോൾ പരിപ്പ് വേറെ പപ്പായ വേറെ ആയിട്ട് സെപ്പറേറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെയാകുമ്പോൾ വേഗം വേവുന്ന പരിപ്പാണെങ്കിൽ ഒറ്റ വിസിലിൽ തന്നെ കുക്കായി കിട്ടും. അപ്പോൾ ഞാൻ എന്താ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 3/4 കപ്പ് തേങ്ങ ചേർക്കുന്നുണ്ട് കേട്ടോ. 1/2 കപ്പായാലും കുഴപ്പമില്ല, നമുക്ക് കുറച്ച് മേലെ വറുത്തിടാനുള്ളതാണ്. അതുകൊണ്ട് 3/4 കപ്പ് വേണമെന്ന് തന്നെ ഇല്ല, 1/2 കപ്പ് ചേർത്താലും കുഴപ്പമില്ല. തേങ്ങ ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് തേങ്ങ ചിരവാനുള്ള സാഹചര്യങ്ങളൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ഉള്ളി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പരിപ്പ് ചേർത്തിരിക്കുന്നതുകൊണ്ട് 4 അല്ലി വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം, നമ്മുടെ ക്യുമിൻ സീഡ്സ് ഇത്രയും ചേർത്തിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഫൈൻ പേസ്റ്റ് ആവേണ്ട. എരിശ്ശേരിക്ക് അരയ്ക്കുമ്പോൾ എപ്പോഴും ഫൈൻ പേസ്റ്റ് ആയിട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കുക്കർ അടച്ചു വെച്ചിട്ട് ഇതാ 1 വിസിൽ വന്നു, കംപ്ലീറ്റ് പ്രഷർ പോയി. ഞാനൊന്ന് തുറക്കുകയാണ്. പരിപ്പൊക്കെ കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. ഇതാ ഇത് കണ്ടോ, നന്നായി കുക്കായി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം. അരപ്പ് ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അരപ്പൊക്കെ മാറ്റി മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകി വെച്ചതാണ്. അപ്പോൾ നമുക്കിനി അരപ്പ് ചേർക്കാം. അരപ്പിലേക്ക് വളരെ കുറച്ച് വെള്ളം ചേർക്കാം. നമുക്ക് നല്ല ലൂസായിട്ടുള്ള ഗ്രേവിയുള്ള എരിശ്ശേരിയാണ് വേണ്ടതെങ്കിൽ കുറച്ചധികം വെള്ളം ചേർക്കാം. ഞാനിപ്പോൾ കുറച്ച് വെള്ളമേ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്യാം. സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ പപ്പായയുടെ പീസുകളൊന്നും ഉടച്ചു കൊടുക്കുന്നില്ല കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇളക്കി വരുമ്പോൾ തന്നെ പപ്പായ ഉടഞ്ഞു വരും. ഇത് കണ്ടോ, ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉടഞ്ഞു പോവും. അതുകൊണ്ടാണ് ഞാൻ ഉടച്ചു കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞത്. കുറച്ചുകൂടി വെള്ളത്തിൻ്റെ കുറവുണ്ട്. കുറച്ചുകൂടി വെള്ളം, ഒരു 1/4 കപ്പ് വെള്ളമേ നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ എക്സ്ട്രാ. ഇനി ഇതൊന്ന് നന്നായിട്ട് ആവി വന്ന് ചൂടായി വരട്ടെ. കണ്ടോ, ഇപ്പോൾ കുറച്ച് ലൂസായിട്ടുള്ള ഗ്രേവിയാണ്. ഇതൊന്ന് നന്നായിട്ട് കുറുകും കേട്ടോ. അതനുസരിച്ചിട്ട് വേണം നമ്മൾ വെള്ളം ആഡ് ചെയ്യാൻ. പിന്നെ ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എരിവ് കുറവാണെങ്കിൽ ഒരു പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്ത് ചേർക്കാം. ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതാ
എരിശ്ശേരി പാകമായി കഴിഞ്ഞു, നന്നായിട്ട് ആവി വരുന്നുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി കുക്കറിൻ്റെ ചൂടിലിരുന്നിട്ട് വീണ്ടും അത് ചൂടായി വരും. അപ്പോൾ ഞാനൊന്ന് അടുത്ത ബർണറിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്കിതിലേക്ക് വറവ് ചേർക്കാനുള്ള പരിപാടികൾ നോക്കട്ടെ. നമുക്ക് കടുക് ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ 1 ടീസ്പൂണാണ് കടുക് ചേർക്കാൻ പോകുന്നത്. ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്തിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ കുറേ വെളിച്ചെണ്ണ വേണ്ടല്ലോ, നമ്മൾ തേങ്ങയൊക്കെ വറുത്തിടുന്നതല്ലേ, അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണയേ ഉള്ളൂ. അപ്പോൾ പാനൊന്ന് ഇങ്ങനെ സൈഡിലേക്കൊക്കെ ആക്കുമ്പോൾ കടുകൊക്കെ പൊട്ടി വന്നോളും, എല്ലാ ഭാഗത്തേക്കും വെളിച്ചെണ്ണ ആയി വന്നോളും. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കഴിയുന്നുണ്ട്. നമുക്കിതിലേക്ക് ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില ഇത്രയും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കുക. ഈ ഉള്ളിയുടെ കളറൊന്ന് മാറി വരണം, അതുവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഉള്ളിയുടെ കളറൊന്ന് മാറി തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് തേങ്ങ ആഡ് ചെയ്യാം. ഇത് നിങ്ങളുടെ ചോയ്സാണ് എത്ര തേങ്ങ ആഡ് ചെയ്യണം എന്നുള്ളത്. ഞാൻ ഒരുപാട് അങ്ങ് തേങ്ങ ആഡ് ചെയ്യുന്നില്ല, ഒരു 2 പിടി, അതായത് ഒരു 1/4 കപ്പ് കുറച്ചുകൂടി ഉണ്ടാവും. ഇനി തേങ്ങയുടെ കളറൊന്ന് നന്നായിട്ട് മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് കേട്ടോ. ഇനി നമുക്കിത് നമ്മുടെ എരിശ്ശേരിയിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് എപ്പോഴും പറയുന്ന പോലെ തന്നെ എടുത്ത് വയ്ക്കും, അതിന് ശേഷമേ ആഡ് ചെയ്യുള്ളൂ. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ലാസ്റ്റ് ഫോട്ടോ എടുക്കുമ്പോൾ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ചെടുത്ത് വയ്ക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് എരിശ്ശേരിയിലേക്ക് ബാക്കി മാറ്റിയ തേങ്ങയൊക്കെ ഒന്ന് ആഡ് ചെയ്യാം. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അപ്പോൾ തന്നെ വീണ്ടും കുറുകി കണ്ടോ. ഇനി കുറച്ച് സമയം കഴിയുമ്പോൾ വീണ്ടും കുറുകി വരും. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് അടച്ചു വയ്ക്കുക. അതിനുശേഷം പിന്നെ ഒരു അരമണിക്കൂറൊന്ന് പകുതി തുറന്ന് വയ്ക്കുക, ചൂടൊന്ന് കുറഞ്ഞു വരാനായിട്ട്. ചൂടോടുകൂടി ഈ ഒരു എരിശ്ശേരി കഴിച്ചിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, ചെറിയ ചൂടാണ് നല്ലത്. അപ്പോൾ ചൂടൊന്ന് മാറി തുടങ്ങുമ്പോൾ നമുക്ക് എരിശ്ശേരി കഴിക്കാം. ഇപ്പോൾ ഞാനൊന്ന് അടച്ചു വയ്ക്കട്ടെ, നമ്മുടെ വറവിൻ്റെ ഫ്ലേവറൊക്കെ എരിശ്ശേരിയിലേക്ക് പിടിച്ചു വരട്ടെ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാം. അങ്ങനെ ഇതാ ഞാൻ നമ്മുടെ പപ്പായ എരിശ്ശേരി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടോ. അപ്പോൾ ഇത് കണ്ടോ, അപ്പോൾ നല്ല തിക്കായിട്ടുള്ള എരിശ്ശേരി ആയി മാറി. അപ്പോൾ എന്തായാലും നിങ്ങൾ പപ്പായയും പരിപ്പും ഉപയോഗിച്ചിട്ട് ഇതുപോലൊരു എരിശ്ശേരി ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് ചോറിൻ്റെ കൂടെയാണോ കഞ്ഞിയുടെ കൂടെയാണോ കഴിച്ചിട്ട് കൂടുതൽ ഇഷ്ടമായതെന്നുള്ളത് നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ പുട്ടിൻ്റെ കൂടെയും കഴിക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. പല റെസിപ്പികളും നമ്മൾ വേറെ വേറെ കാര്യങ്ങളുടെ കൂടെ കഴിക്കുമ്പോഴാണല്ലോ നമ്മൾ പുതിയ പുതിയ കോമ്പിനേഷൻസ് കണ്ടുപിടിക്കുക. അപ്പോൾ നിങ്ങൾ ഏതൊക്കെയാണ് ഇഷ്ടപ്പെടുന്നതെന്നുള്ളത് നമ്മുടെ വീഡിയോയുടെ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നമ്മുടെ കുക്കിംഗ് റെസിപ്പികൾ മറ്റുള്ള ആളുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ മറക്കാതെ ഒരു ലൈക്കും കൂടി തരിക നമ്മുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.